நான் ஒரு தடவை சொன்ன 100 தடவை சொன்ன மாதிரி എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴെപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു ഡയലോഗാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ബർത്ത്ഡേ ഓഫ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. 75-ാം പിറന്നാൾ ആഘോഷിക്കുകയാണ് രജനീകാന്ത് എന്ന തലൈവർ നാളെ. അപ്പോൾ തലൈവറിൻ്റെ പിറന്നാളാണ് നാളെ. ഒരുപക്ഷേ സിനിമാ മേഖലയിൽ അവസാനത്തെ പിറന്നാളായിരിക്കും എന്നതും കൂടി വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം പലപ്പോഴായി നമ്മൾ കണ്ടുവരുന്ന വാർത്താ റിപ്പോർട്ടുകൾ എന്നൊക്കെ പറയുന്നത് രജനീകാന്ത് സിനിമ അഭിനയം അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും പടയപ്പയുടെ 2ാം ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണെന്നതും കൂടി ഓർക്കുക. പക്ഷേ വരാൻ പോകുന്നൊരു ബ്രഹ്മാണ്ഡ സിനിമയാണ് മക്കളെ ജയിലർ 2. ജയിലർ 2വിന് വേണ്ടിയിട്ടുള്ള അതിയായ കാത്തിരിപ്പിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ ഷൂട്ടിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 ദിവസം മുമ്പാണ് ലാലേട്ടൻ ജയിലർ 2വിൻ്റെ സെറ്റിൽ ജോയിൻ ചെയ്തത്. എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്നൊക്കെ ഭയങ്കരമായ കാത്തിരിപ്പിൽ നിൽക്കുകയാണ്. ആൻഡ് രജനി എന്ന നടൻ്റെ പിറന്നാളെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വർഷമല്ലേ ഓർമ്മ പോകുന്നത്. ഫ്രം അപൂർവ രാഗങ്ങൾ 2 ഇപ്പോൾ ഏറ്റവും മുന്നിൽ വന്ന് നിൽക്കുന്ന നമ്മുടെ ഈ ജയിലർ 2 വരെ എത്രയോ സിനിമകൾ, എത്രയോ കഥാപാത്രങ്ങൾ, എത്രയോ മാസ് പരിവേഷങ്ങൾ, സ്റ്റൈലിന്, സ്വാഗിന്, ലുക്കിന് ഒരു പര്യായ പദമുണ്ടെങ്കിൽ അത് രജനീകാന്ത് തന്നെയാണ്. പറയാൻ തുടങ്ങിയത് എത്രയോ പടങ്ങളുണ്ട്. ആൻഡ് ഒരു ഘട്ടത്തിൽ ഒരു ഫേസിൽ രജനി മുടിഞ്ഞു പോച്ചു എന്ന് പറയുന്ന രീതിയിൽ പോലും വന്നതുകൊണ്ട് പൊളിറ്റിക്സിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ എൻട്രി, പിന്നീട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അത് നടക്കാതെ പോകുന്നു. അദ്ദേഹം എന്ന നടനെ വാഴ്ത്തുന്ന ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് രജനീകാന്താണെന്ന് അവിടെ ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ തൊട്ട് ഇവിടെ ഉള്ളവർ വരെ പറയുന്ന ഒരു താരം, ഐഡലായി നോക്കിക്കാണുന്ന താരം, IFFIയിൽ ഗോവയിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ 50 വർഷം ഓഫ് ഇന്ത്യൻ സിനിമ, രജനീകാന്ത് 50 years ഇൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആദരിച്ചതായിക്കോട്ടെ. അദ്ദേഹം 50 വർഷം പൂർത്തിയാക്കുന്ന ഒരു വർഷം കൂടിയാണിത്. അപ്പം ഭയങ്കരമായ പ്രത്യേകതയും കൂടി ഉണ്ട് ഇത്. ആൻഡ് ഭയങ്കര ഒരു തലൈവർ ഫാൻ ബോയും കൂടിയാണ് ഞാൻ. അപ്പോൾ ഭയങ്കരമായ രജനി ആരാധകൻ എന്നുള്ള രീതിയിൽ പോലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ പറയാൻ തുടങ്ങി എത്ര പടങ്ങൾ. ബാബ ഭയങ്കര ഫേവറേറ്റ് പടമാണ്. ഇപ്പോൾ അണ്ണാമലൈ, മുത്തു, എത്രയോ സിനിമകൾ. ചന്ദ്രമുഖിയൊക്കെ നമുക്ക് ഇപ്പോൾ മണിച്ചിത്രത്താഴ് കണ്ടതുകൊണ്ട് നമുക്ക് ചന്ദ്രമുഖി അങ്ങനെ രീതിയിൽ വിലയിരുത്തുന്നില്ല. ബട്ട് എത്രയോ പടങ്ങൾ, ശിവാജി, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ജയിലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോക്സ് ഓഫീസിൽ വന്നിരിക്കുന്ന കുറച്ച് സിനിമകൾ ഒരു മിക്സ് ആൻഡ് ടേൺസിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ദർബാർ ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ വേട്ടയ്യനായിക്കോട്ടെ, ഇതൊക്കെ ഒരു ബോക്സ് ഓഫീസിൻ്റെ അൾട്ടിമേറ്റം എന്നൊന്നും രജനിയുടെ കണ്ടിട്ടില്ല. ബട്ട് ജയിലർ 2 ഇസ് ഗോണ ബി ഓസം. അത് വർക്കായി കഴിഞ്ഞാൽ അത് വർക്കാണ്. അത് രജനിയുടെ ഫാൻ ബേസ് എങ്ങും പോയിട്ടില്ല എന്ന് വിളിച്ചു പോകാൻ പോകുന്ന ഒരു സിനിമയും കൂടിയായിട്ടായിരിക്കും ജയിലർ 2 വരാൻ പോകുന്നത്. ആൻഡ് ഹ്യൂജ് എക്സ്പെക്റ്റേഷൻസ്, ഹ്യൂജ് ഹോപ്സ് അതിലും കൂടി നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, സംഗതികൾ, പ്രതീക്ഷകളെല്ലാം കൂടി നിൽക്കുകയാണ്. ആൻഡ് രജനിയുടെ ഇനി അടുത്ത വരാൻ പോകുന്ന പടം സുന്ദർ സി ആയിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നതാണെന്നായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ സുന്ദർ സി ബാക്കൗട്ട് ചെയ്ത പ്രോജക്റ്റ് ഇനി ആരാണ് സംവിധാനം ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. കമൽഹാസനായിരിക്കും അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രൊഡ്യൂസറുമായി, നായകനുമായി, പക്ഷേ സംവിധായകൻ ആരാണ് എന്നത് അറിയില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. ഹൂ ഈസ് ഗോണ ബി ദ ഡയറക്ടർ എന്നതും കൂടി നോക്കുന്നു. അതിനുശേഷം കമൽഹാസൻ രജനീകാന്തും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ അതുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. അതിനൊക്കെ ആദ്യം ലോകേഷ് കനകരാജിനെയൊക്കെ പരിഗണിച്ചിരുന്നു. ബട്ട് ആഫ്റ്റർ കൂലീസ് ഡിസാസ്റ്റർ ലോകേഷൊക്കെ ഔട്ടായി. അപ്പോൾ അതിൻ്റെ സംവിധായകൻ ആരാണെന്ന് അറിയണം. അത് കഴിഞ്ഞിട്ടിപ്പം പടയപ്പയുടെ 2ാം ഭാഗം വരികയാണെങ്കിൽ KS രവികുമാർ ആയിരിക്കാം സംവിധായകൻ, അറിയില്ല. അതും എങ്ങനെയായിരിക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ച് അറിയത്തില്ല. അപ്പം കുറച്ചധികം പ്രോജക്ട്സ് ഉണ്ട്. ആൻഡ് സിനിമാ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നുള്ള രീതിയിലേക്കും പല റൂമേഴ്സും റിപ്പോർട്ട്സും ഒക്കെ വരുന്നുണ്ട്. കാരണം അദ്ദേഹം ആരോഗ്യപരമായി ഭയങ്കരമായ പ്രശ്നത്തിൽ നിൽക്കുകയാണ് രജനി എന്നൊക്കെ പറയുമ്പോൾ പോലും വാട്ട് ഈസ് നെക്സ്റ്റ് ടു ഹിം. കാരണം രജനിയുടെ ആരാധക വൃന്ദം എന്ന് പറയുന്നത് അത്ര മാത്രമുണ്ട്. നമ്മളിപ്പം കാണുന്ന ഈ സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ആളുകളല്ല രജനിയുടെ ആരാധകർ എന്ന് പറയുന്നത്. മെയിൻലി ഇപ്പം നമ്മുടെ വീട്ടിലുണ്ട് ആ രജനി ആരാധകർ എന്ന് പറയുന്നത്. അപ്പോൾ അവരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു രജനി പടം ഇപ്പോഴും യൂത്ത് 5 തലമുറകളായിട്ട് ഇപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രജനീകാന്തിന് ആരാധകരില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ റിപ്പോർട്ടുകളൊക്കെ ഞങ്ങളുടെ അതിനൊക്കെ മറുപടി പോലും കിട്ടേണ്ടതല്ല എന്നുള്ളതുകൊണ്ട് മാത്രം മിണ്ടാതിരിക്കുന്നു. ആൻഡ് ആസ് എ രജനി ഫാൻ വരുന്നു, പ്രതീക്ഷിക്കുന്നു പെട്ട പോലെ വീണ്ടും ഒരു പുതിയ തലൈവറിനെ കാണാൻ സാധിക്കുന്ന രീതിയിലേക്ക് നെൽസൺ ദിലീപ് കുമാർ ചെയ്ത് വെക്കുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. സോ അതും ഓൺ ടോക്സ് ആണ്, അതും നടക്കുന്നുണ്ട്. ആൻഡ് ഹാപ്പി ബർത്ത്ഡേ രജനീകാന്ത് എന്നുള്ള രീതിയിലേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ നാളെ തൊട്ട് വീണ്ടും സംഭവിക്കുകയും ചെയ്യും. സോ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു തലൈവർ. വരാൻ പോകുന്ന സിനിമകൾക്കൊക്കെ ഭയങ്കരമായ എക്സ്പെക്റ്റേഷൻസ്. നാളെ കുറച്ചധികം അനൗൺസ്മെൻറ്റ് വന്നാൽ പോലും ഞെട്ടേണ്ടതില്ല. ഒരു വമ്പൻ അനൗൺസ്മെൻറ്റ് നാളെ വരുമെന്നുള്ളതാണ് ഇൻസൈഡ് റിപ്പോർട്ട്സ് ഉള്ളത്. ഒരു കിടിലം അനൗൺസ്മെൻറ്റ് വരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ജയിലർ 2വിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റും കൂടി ഉണ്ടാകും. ഞാൻ അല്ലാണ്ട് പറഞ്ഞാണ് ഒരു കിടിലം അനൗൺസ്മെൻറ്റും കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഹാപ്പി ബർത്ത്ഡേ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ രജനീകാന്ത് എന്നതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.